ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ നരനായാട്ടിൻ്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ വ്യോമപാത പൂർണ്ണമായി അടയ്ക്കുകയും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെ രൂക്ഷമായ പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കയ്പേറിയതും വേദനാജനകവുമായ തിരിച്ചടിക്ക് ഇസ്രായേൽ കാത്തിരിക്കണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത്. ശത്രു ആക്രമണങ്ങളിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും രക്തസാക്ഷികളായി. അവരുടെ പിൻഗാമികളും സഹപ്രവർത്തകരും ദൈവം അനുവദിച്ചാൽ ഉടൻ തന്നെ അവരുടെ കർത്തവ്യങ്ങൾ പുനരാരംഭിക്കും. ഈ കുറ്റകൃത്യത്തോടെ സയനിസ്റ്റ് ഭരണകൂടം കയ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി സ്വയം ഒരുക്കി. തീർച്ചയായും അത് അവർക്ക് ലഭിക്കുമെന്ന് ഖമേനി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. നേരത്തെ തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആക്രമണത്തിൽ സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം. ടെഹ്റാന് ചുറ്റുമുള്ള പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങളും ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള നതാൻസ്, തബ്രിസ്, ഇസ്ഫഹാൻ, അരാഖ്, കർമൻഷാ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നത്. കെട്ടിടങ്ങൾക്ക് നേരെ നടക്കുന്ന വ്യോമാക്രമണങ്ങളുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇറാൻ തലസ്ഥാനത്തെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. ഇസ്രായേൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണങ്ങളിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും റൂബിയോ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്ക ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇറാനെതിരെ നടന്ന ആക്രമണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് ഇറാനെതിരെ നടക്കുന്നതെന്നും ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാലങ്ങളായി ഇസ്രായേലിനെ തകർക്കണമെന്ന ഉദ്ദേശവുമായി ഇറാൻ ഭരണകൂടം മുന്നോട്ടു പോവുകയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ കൂടുതലായി നിർമ്മിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗം കഴിഞ്ഞ മാസം കണ്ടെത്തിയിരുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി നിരവധി ആണവ പ്ലാന്റുകളും അവർ നിർമ്മിച്ചു. ഇന്ന് പുലർച്ചെയോടെ IDF പ്രിസീസീവ് ആക്രമണം ഇറാനെതിരെ നടത്തുകയുണ്ടായി. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാനെ തടയുകയാണ് തങ്ങളുടെ ലക്ഷ്യം. ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭീഷണിക്കെതിരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. ലോകത്തിനും പ്രത്യേകിച്ച് ഇസ്രായേലിനും ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഓപ്പറേഷൻ പ്രതിരോധത്തിനായാണ്, ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ്. IDF വലിയ തയ്യാറെടുപ്പാണ് ആക്രമണത്തിന് വേണ്ടി നടത്തിയത്. പ്രതിരോധത്തിന് വേണ്ടിയുള്ള നടപടികളും IDFൻ്റെ ഭാഗത്തുനിന്നും എടുത്തിട്ടുണ്ട്. IDF വക്താവ് സമൂഹമാധ്യമമായ Xലൂടെ ആക്രമണത്തിന് പിന്നാലെ പങ്കുവച്ചിരിക്കുന്നത് ഈ വിവരങ്ങളാണ്. ഇതോടെ ലോകമെങ്ങും വലിയ ആശങ്കയിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരോട് സ്ഥലം വിടാൻ അമേരിക്കയും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇസ്രായേൽ ആക്രമണ പദ്ധതികൾക്ക് അമേരിക്കയുടെ പിന്തുണയില്ലെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നതെങ്കിലും അമേരിക്ക പച്ചക്കടി കാണിക്കാതെ ഇറാനെതിരെ ആക്രമണം നടത്താൻ സ്വാഭാവികമായും ഇസ്രായേലിന് കഴിയുകയില്ല എന്നാണ് വിലയിരുത്തൽ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആക്രമിച്ചാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ടു പോയാൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സകല ആസ്തികൾക്കുമെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാൻ ഭരണകൂടം മാത്രമല്ല, സൈനിക നേതൃത്വം കൂടിയാണ് ഇതോടുകൂടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇറാഖ്, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ഇറാന്റെ ടാർഗറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കം തടയണമെന്ന ആവശ്യം മുൻനിർത്തി അമേരിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദവും വിവിധ അറബ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇറാനോട് നല്ല ബന്ധമില്ലാത്ത ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങൾ പോലും ഇറാനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ.